ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെ ഗസയിലെ ദുരിത കാഴ്ചകൾ 24-നോട് വിശദീകരിച്ച ഡോക്ടർ SS സന്തോഷ് കുമാർ. തൊട്ടടുത്ത് നടക്കുന്ന മരണം പോലും സാധാരണ സംഭവമായി മാറിയെന്ന് ഡോക്ടർ നിസ്സഹായതയോടെ പറഞ്ഞു. തെക്കൻ ഗസയിലെ അൽ മവാസിയിൽ മാസങ്ങളായി ആതുര സേവനം നടത്തുകയാണ് ഡോക്ടർ SS സന്തോഷ് കുമാർ. രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ അങ്ങേയറ്റം നിസ്സഹായരായി മാറിയ ഒരു ജനതയുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഡോക്ടർ SS സന്തോഷ് കുമാർ വിവരിച്ചത്. തൊട്ടടുത്ത് സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം പോലും ജനങ്ങളിൽ ഞെട്ടലുണ്ടാക്കുന്നില്ല. അത്രത്തോളം നിസ്സംഗരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ. ഇവിടെ മരണത്തെ സാധാരണ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജീവിതത്തില് ഒരു സാധാരണ സംഭവമായിട്ട് മരണം മാറിയിരിക്കണം. താൻ ജോലി ചെയ്യുന്ന തെക്കൻ ഗസയിലെ നാസർ ആശുപത്രിയിൽ 24 മണിക്കൂറും ബോംബിന്റെ ശബ്ദമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഓരോ വെടിശബ്ദത്തിലും അപ്പുറത്ത് ആളുകൾ മരിച്ചു വീഴുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 24 മണിക്കൂറും ബോംബിന്റെ ഒച്ച മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒച്ചയുമായിട്ട് നമ്മളൊക്കെ അങ്ങ് നമ്മുടെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഓരോ വെടിയേറ്റത്തും ഓരോ മനുഷ്യര് പിടഞ്ഞു വീഴുന്നുവെന്ന് നമുക്ക് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർ ക്രൂരമായി കൊല്ലപ്പെടുകയാണ്. തനിക്കറിയാവുന്ന ഡോക്ടറുടെ കുടുംബത്തിന് നേരിട്ട ദുരിതം ഡോക്ടർ സന്തോഷ് കുമാർ 24-മായി പങ്കുവച്ചു. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ IDF തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നീ നടക്കൂ, അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല. ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല. ഗസയിലെങ്ങും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. കൊടും പട്ടിണി മാറ്റാൻ നിലവിലെത്തുന്ന സഹായങ്ങൾക്ക് കഴിയുന്നില്ല. കിരാതമായ രീതിയിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തൊക്കെ വലിയ വലിയ കലാപമാണ് ഉണ്ടാവുന്നത്. കിരാതമായ രീതിയിലാണ് നടക്കുന്നത്. മടങ്ങിയെത്തുമ്പോൾ വീടില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ ഗസ സിറ്റിയിൽ നിന്നുള്ള ജനത്തിന്റെ നിർബന്ധിത പലായനം. 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ $40 വേണം. 1 കിലോ പഞ്ചസാരയ്ക്ക് $100 നൽകണം. സർവ്വതും നഷ്ടമായ ഗസയിലെ എത്ര പേർക്ക് ഇതിന് കഴിയുമെന്നറിയില്ല. പ്രതിഫലേച്ഛയില്ലാതെ യുദ്ധഭൂമിയിൽ സേവനം തുടരുകയാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.